എല്ലാവർക്കും നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ചാനലിൽ പരസ്യങ്ങൾ തരണം, സംഭാവനകൾ നൽകണം. അതിനുള്ള നമ്പറുകളൊക്കെ വച്ചിട്ടുണ്ട്. എന്തായാലും രാജീവ് ചന്ദ്രശേഖരൻ അങ്ങനെ വന്ന് ഒതുങ്ങാൻ തയ്യാറല്ല. അദ്ദേഹം ഒരു ഹോംവർക്കും ചെയ്യാതെയല്ല കേരളത്തിൽ വന്നിരിക്കുന്നത്. നന്നായി ഹോംവർക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം ഒന്നുമില്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാണ്, ടെക്നോക്രാറ്റാണ്, നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. കുറച്ച് കാലം മന്ത്രിയായിരുന്നു. മോഡിയുടെയും അമിത്ഷായുടെയൊക്കെ വലിയ അനുഗ്രഹാശിസുണ്ട്. കൃത്യമായൊരു മിഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ക്രിസ്ത്യ സന്യാസിമാർ കന്യാസ്ത്രീകൾക്ക് പ്രശ്നമുണ്ടായപ്പോൾ സംഘപരിവാർ സംഘടനകളുടെ എതിർപ്പ് പോലും, അല്ലെങ്കിൽ അവരുടെ മൗനമായ എതിർപ്പ് പോലും പരിഗണിക്കാതെ കന്യാസ്ത്രീകളെ രക്ഷിച്ചു. അതിൻ്റെ ഭാഗമായി ബിലീവേഴ്സ് ചർച്ചുകാർ ഉൾപ്പെടെയുള്ളവർ രാജീവ് ചന്ദ്രശേഖരനെ അഭിനന്ദിക്കുകയും കേക്ക് വരെ മാരാർജി ഭവനിൽ കൊണ്ടു കൊടുക്കുകയും ചെയ്തു. അപ്പോഴാണ് സംഘപരിവാറിലെ കുറച്ച് പേർ പിണങ്ങി. RSSും വിശ്വഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയും ഒന്ന് പിണങ്ങി. അവർക്ക് ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് അവരുടെ സ്ഥലത്ത് പോയി രാജീവ് ചന്ദ്രശേഖർ അവരുമായി സംസാരിച്ചു. എത്ര ഡിപ്ലോമാറ്റിക്കാണ്. അവരുമായി സംസാരിച്ചു. അവർക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് പരിഹരിച്ചു പോവുക? കാരണം ഒരു വശത്ത് ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, മറുവശത്ത് ഹിന്ദു സംഘടനകൾ. ഇവരെ ഒന്നിപ്പിക്കണമല്ലോ, ഇവരെ ഒന്നിച്ചു പോകണമല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് BJP പോലുള്ളൊരു പാർട്ടിക്ക് മറ്റ് സ്റ്റേറ്റുകളിൽ അത് കൊണ്ടുപോകാൻ കഴിയുന്നെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ ഇതായിക്കൂടാ? ഞാൻ പറയുന്ന മുസ്ലിങ്ങളെയും കൂടി കൊണ്ടുപോകണമെന്നാണ്. കാരണം ഇതൊരു ഇൻക്ലൂസീവ് അല്ലേ? ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഇൻക്ലൂസീവ് സംവിധാനമാണല്ലോ. അപ്പോൾ മോഹൻ ഭഗവത്തൊക്കെ പറയുന്നത്, സർസംഘചാലക RSSൻ്റെ സർസംഘചാലകൊക്കെ പറയുന്നത് ഇൻക്ലൂസീവ്നെസ് ആണ്. അപ്പോൾ അതുകൊണ്ട് എക്സ്ക്ലൂസീവ്നെസ് അല്ല, തള്ളിക്കളയലല്ല, ഉൾക്കൊണ്ടുപോകലാണ്. അപ്പോൾ അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ പോകുന്നു. അപ്പോൾ തന്നെ BJPയുടെ കോർ കമ്മിറ്റി ഉണ്ടാക്കി. കോർ കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ O രാജഗോപാലിനെ പോലെ വളരെ സീനിയറായിട്ടുള്ള, പ്രായം കൊണ്ട് സീനിയറായിട്ടുള്ള, പ്രായത്തിൻ്റെ ആധിക്യം കൊണ്ട് 1-2 പേരെ ഒഴിവാക്കി. ബാക്കി മുൻ പ്രസിഡന്റുമാരെ എല്ലാം ഉൾപ്പെടുത്തി. പക്ഷേ അപ്പോൾ CK പത്മനാഭനെ മാറ്റി. അപ്പോൾ CK പത്മനാഭന് ഒരു അതൃപ്തി ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞോന്ന് എനിക്കറിയില്ല. പക്ഷേ പല രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ അതൃപ്തി പുറത്തു വന്നു. അദ്ദേഹം ഒരുപക്ഷെ നേരിട്ട് പറഞ്ഞു കാണത്തില്ല, പക്ഷേ സഹപ്രവർത്തകരാരെങ്കിലും പറഞ്ഞാണ്. ബാക്കി എല്ലാ പ്രസിഡന്റുമാരും കൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കി. പക്ഷേ അതും അപ്പോൾ ചേർത്തു. പിന്നെ ശ്രദ്ധിക്കേണ്ടിയിരുന്നൊരു കാര്യം, ഏക വനിതയേ ഉള്ളൂ 22 പേരിൽ. അത് പിന്നെ മുൻ പ്രസിഡന്റുമാർ, നാഷണൽ കമ്മിറ്റി അംഗങ്ങൾ ഇങ്ങനെയൊക്കെ വന്നപ്പോഴുണ്ടായ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ മഹിളാ മോർച്ചയുടെയോ അല്ലെ ആരുടെയെങ്കിലും ഒരു കമ്മിറ്റി, ഒരു വനിതയെ കൂടി അതിനകത്ത് വയ്ക്കാമായിരുന്നു. പക്ഷേ ഒരു ജംബോ കമ്മിറ്റിയാണെന്ന് ആദ്യം പറയുന്നത് എന്താണ്? കഴിഞ്ഞ ദിവസം പറഞ്ഞെന്താണ്? CK പത്മനാഭനും O രാജഗോപാലും ഔട്ട്. അത് വാർത്ത. എന്നാൽ അവരെ ഉൾപ്പെടെ രാജഗോപാൽ സാർ അല്ലെങ്കിൽ മാറി എന്ന് പറഞ്ഞതുകൊണ്ടാണ് സ്വയം. ബാക്കി CK പത്മനാഭൻ ഉൾപ്പെടെ ഉൾപ്പെടുത്തിയപ്പോൾ പറയുന്നു ജംബോ കമ്മിറ്റിയാണെന്ന്. അപ്പം ചാനലുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാം കുഴപ്പമാണ്. പണ്ട് പോലീസ് സ്റ്റേഷനിൽ വലതുകാല് വെച്ച് ഒരാൾ കയറിയപ്പോൾ ചോദിച്ചു, നീ എന്താടാ ഇവിടെ താമസിക്കാനാണ് വന്നു? നീ ഇവിടെ ഐശ്വര്യത്തിന് പൊങ്കാലിട്ട് താമസിക്കാൻ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പുറത്തിറങ്ങി കള്ളൻ ഇടതുകാല് വെച്ച് കയറി. നീ ഇവിടെ മുടിക്കാനാണോടാ വന്നതെന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും തല്ല്. അപ്പോൾ അയാൾ പുറത്തിറങ്ങിയിട്ട് 2 കാലും കൊണ്ട് ചാടി. 2 കാലം നീ ഇവിടെ സർക്കസ് കാണിക്കാനാണോ വന്നതെന്ന് ചോദിച്ചുകൊണ്ട്. ഇതാണ് നമ്മുടെ ചാനൽ പ്രവർത്തകർ. എന്ത് ചെയ്താലും നിങ്ങൾക്ക് കുറ്റം മാത്രം നിങ്ങൾ കണ്ടുപിടിച്ച് പോകുന്ന ഒരു സമൂഹമാണ്. തെറ്റില്ല, അതങ്ങനെ തന്നെ പോട്ടെ. അപ്പോൾ എന്തായാലും രാജീവ് ചന്ദ്രശേഖർ വീണ്ടും ഗോൾ അടിക്കുന്നു. ഓരോ ദിവസം കഴിയുന്നവരും അദ്ദേഹം ഗോൾ അടിക്കുന്നു. ഇനി എത്ര റൺസാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബാറ്റിലുള്ളത് നമുക്കറിയില്ല. തീർച്ചയായും അദ്ദേഹം എല്ലാവരുമായി യാതൊരു ഈഗോയും കോംപ്ലക്സും ഇല്ലാതെ ഒരു രാഷ്ട്രീയ നേതാവിനുണ്ടാകേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റിയാണത്. ഈഗോയും കോംപ്ലക്സും പരസ്പരം തെറ്റിപ്പിക്കലും ബഹളമൊന്നുമില്ലാതെ അങ്ങോട്ട് പോയി തന്നെ, ഇങ്ങോട്ട് നിങ്ങൾ ആരും വരണ്ട എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി തന്നെ ഓരോരുത്തരെ കണ്ട് കൃത്യമായ മിഷൻ ഡോക്യുമെൻ്റായി കൊണ്ടുപോകുന്നു. വളരെ കൃത്യമായൊരു മിഷൻ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും BJPയുടെ കോർ കമ്മിറ്റി ആയി കഴിഞ്ഞു. അപ്പോൾ സംസ്ഥാന കമ്മിറ്റിയായി, ജനറൽ സെക്രട്ടറിമാരായി, വൈസ് പ്രസിഡന്റുമാരായി, മോർച്ചകളിൽ ആളുകളായി, പിന്നെ അത് കഴിഞ്ഞപ്പോൾ കോർ കമ്മിറ്റിയായി. ഇനി കുഞ്ഞു കാര്യങ്ങളേ ഉള്ളൂ. ആ കൊച്ചു സമിതികളാണുള്ളത്. ആ സമിതികളിൽ കൂടി ആളുകൾ വരുമ്പോൾ മിഷൻ എന്ന് പറയുന്നത് BJPയുടെ മിഷൻ സജ്ജമാകുമെന്നാണ് കേൾക്കുന്നത്. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ നയതന്ത്ര വൈദഗ്ധ്യം ഓരോ ദിവസം കഴിയുന്തോറും അദ്ദേഹം പുറത്തെടുക്കുന്നു. അതൊരു നല്ല രാഷ്ട്രീയക്കാരനുള്ള നല്ല ലക്ഷണമാണ്. തീർച്ചയായിട്ടും BJPയിൽ ഈ പറയുന്ന പോലുള്ള കോർ കമ്മിറ്റി ജംബോ എങ്കിൽ ജംബോ, കാര്യം ആളുകളുടെ എണ്ണം കൂടേണ്ടി വരുമല്ലോ. എന്തായാലും നിയതമായൊരു നിയമമൊന്നും അവിടെ ഉണ്ടാക്കി വെച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും 22 പേരടങ്ങുന്ന ഒരു കോർ കമ്മിറ്റി വന്നു. അത് ശക്തമായിട്ട് മുന്നോട്ട് പോട്ടെ. തീർച്ചയായും കാര്യങ്ങൾ നന്നായി നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, പ്രതീക്ഷിക്കാം.